തമിഴ്നാട്ടിലടക്കം ED നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടത് നമ്മുടെ മുന്നിൽ ഇരിക്കുക. ED എല്ലാ തരത്തിലുള്ള അധികാര സീമയും ലംഘിച്ചിരിക്കുന്നു. അറസ്റ്റും വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ നിയമം അനുവദിക്കാത്ത പല കാര്യങ്ങളിലേക്കും ED പോകുന്നു. EDയുടെ നേതാക്കന്മാർ തന്നെ ഇപ്പൊ കണ്ടു, ഡയറക്ടർമാരടക്കമുള്ളവർ പല വ്യവസായികളോടും പ്രമുഖർക്കും കള്ള സമൻസ് അയച്ചിട്ട് ആ കേസ് സെറ്റിൽ ചെയ്യാൻ ഇടനിലക്കാരെ വിട്ട് കോടികൾ തട്ടുന്ന തെളിവ് സഹിതം വിജിലൻസ് പൊക്കുന്ന സാഹചര്യം ഉണ്ടായി. കയ്യോടെ പിടിച്ചല്ലോ വിജിലൻസ്. ആ കയ്യോടെ പിടിച്ച് കയ്യങ്ങം അതിലേക്ക് മുക്കുമ്പോൾ ആ കളറ് മാറിയതും ആ കള്ളപ്പണം കൃത്യമായിട്ട് അഴിമതി നടത്തിയ പണം പിടിച്ചതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കുറ്റകരമായിട്ടുള്ള മൗനം ചില വിഷയങ്ങളിൽ തുടരുന്നു. മനോരമ വായിച്ചിട്ട് അതിലെ വാചകങ്ങൾ അതേപോലെ വലിയ മഹത്തരമായിട്ട് വിശദീകരിക്കുന്നു. DCC സെക്രട്ടറി, കോൺഗ്രസിന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ എന്താണോ മനോരമയിൽ വരുന്ന ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവിന് അന്നത്തെ പത്രസമ്മേളനം, അന്നത്തെ ക്യാമ്പയിൻ, വൈകുന്നേരത്തെ ചർച്ചകൾ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു ദയനീയ സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചാലും എവിടെ നിന്നൊക്കെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം EDയുടെ ഈ കള്ളത്തരം തുറന്നു കാണിക്കും. എന്തു വന്നാലും, എന്തു സാഹചര്യം വന്നാലും, ഇപ്പോ 1, 2, 10, 20 കേസ് വന്നാലും, എത്ര അപ്പുറത്തേക്ക് പോയാലും ED രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ തെറ്റായിട്ടുള്ള ക്രമത്തെ, അന്വേഷണത്തെ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ഞങ്ങൾ പൊളിച്ചെടുക്കുക.